ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിൽ ശശി തരൂർ MP ഉൾപ്പെടെയുള്ള 5 നേതാക്കളും ഉണ്ടാകുമെന്ന് കോൺഗ്രസ്. പാർട്ടി നിർദ്ദേശ നേതാക്കളെ ഒഴിവാക്കിയതിലുള്ള അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടാണ് ജയറാം രമേശിന്റെ പ്രസ്താവന. കേന്ദ്രത്തിന് ആത്മാർത്ഥതയില്ലെന്നും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിനിടയിലും സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ജയറാം രമേശ് കുറ്റപ്പെടുത്തുന്നു. അതേസമയം തരൂർ കാര്യങ്ങൾ പാർട്ടിയെ അറിയിക്കാത്തതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. PR സുനിൽ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് PR സുനിൽ. ഗുഡ് മോർണിംഗ് സുജയ. തരൂരാണ് ചർച്ചാ വിഷയം. കേരളത്തിലായാലും ഡൽഹിയിലായാലും തരൂർ ഹീറോ എന്ന് ജയറാം രമേശിന് ഒടുവിൽ പറയേണ്ടി വന്നിരിക്കുന്നു. തരൂര് മാത്രമല്ല, സൽമാൻ ഖുർഷിദിനെയും നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യപ്രാപ്തിയുള്ളവരെ തെരഞ്ഞുപിടിച്ച് കേന്ദ്ര സർക്കാർ ഈ ഒരു ടീം ലീഡാക്കി കൊണ്ടുവരുമ്പോൾ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അങ്ങ് എക്സ്പോസ്ഡ് ആയി പോകും. തരൂരിനെ എന്തുകൊണ്ട് നമ്മളുടെ പട്ടികയിൽ ഉണ്ടായില്ല എന്ന വിമർശനം കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നുവെന്നും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ തരൂര് പോട്ടെ എന്ന് പറയുകയാണോ കോൺഗ്രസ്? സുജിയ, തീർച്ചയായും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്, ധർമ്മസങ്കടത്തിലാണ് എന്ന് തന്നെ പറയാം. ഏതായാലും തരൂരിനെ ഇപ്പോൾ തരൂരിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന് വയ്യ. തരൂരിനെ പൂർണ്ണമായി അനുകൂലിക്കാനും സാധിക്കുകയില്ല. ഏതായാലും തൽക്കാലം ഇതൊരു വലിയ ദൗത്യമാണ്, രാജ്യം ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം എന്ന നിലയിൽ ഇതിന് കോൺഗ്രസ് പിന്തുണ നൽകുകയാണ്. അതേസമയം തരൂരിനോടുള്ള അതൃപ്തി വളരെ ശക്തമായി പ്രകടിപ്പിക്കുന്നു. ഒപ്പം തന്നെ തരൂരിനെ പാർട്ടിയുടെ അനുമതിയില്ലാതെ കേന്ദ്ര സർക്കാർ ഈ ഒരു പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിലുള്ള ശക്തമായ പ്രതിഷേധവും കോൺഗ്രസ് രേഖപ്പെടുത്തുകയാണ്. ഏതായാലും തരൂരിനോട് കോൺഗ്രസിന് നേരത്തെ മുതൽ തന്നെ ശക്തമായ വിയോജിപ്പ് പല വിഷയങ്ങളിലുമുണ്ട്. കാരണം പാർട്ടിക്ക് കീഴിൽ നിൽക്കുന്ന ഒരു നേതാവായി തരൂർ മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തരൂർ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്. അപ്പോൾ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ തരൂർ ആ ഒരു പദവിക്ക്, ആ ഒരു സ്ഥാനത്തിന് യോജിച്ച രീതിയിലല്ല ശശി തരൂരിൻ്റെ പ്രവർത്തനം എന്നതിൽ പാർട്ടിക്ക് കടുത്ത അതൃപ്തിയാണ് ഉള്ളത്. ഏതായാലും തരൂർ പോണെങ്കിൽ പോകട്ടെ എന്നൊരു നിലപാട് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് സ്വീകരിക്കാനും സാധിക്കില്ല. അതേസമയം കേന്ദ്ര സർക്കാരാണെങ്കിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നീക്കം വേണമെങ്കിൽ അങ്ങനെ തന്നെ വിലയിരുത്താം, നടത്തുന്നു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തീർച്ചയായും വലിയ പ്രതിസന്ധിയിലാണ്, വലിയൊരു ധർമ്മസങ്കടത്തിലാണ് എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഏതായാലും ശശി തരൂരിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ശശി തരൂർ കോൺഗ്രസിൻ്റെ ഗുഡ് ബുക്കിലേ ഇല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ശശി തരൂർ നടത്തുന്ന പ്രസ്താവന പലപ്പോഴും പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇപ്പോഴത് കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഏതായാലും ഒരു മര്യാദകേട് ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. കാരണം മറ്റ് പല നേതാക്കളെയും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടപ്പോൾ പാർട്ടിയോട് ആലോചിച്ച് ഒരു നിലപാട് അറിയിക്കാം എന്നാണ് പല നേതാക്കളും കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത്. പ്രത്യേകിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് എല്ലാ നേതാക്കളുമായും ബന്ധപ്പെട്ടത്. പക്ഷേ തരൂർ മാത്രം അത് പറഞ്ഞില്ല. തരൂർ പകരം കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം സ്വീകരിക്കുകയും ആ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുകയും ഈ ഒരു പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറാണ് എന്ന് വ്യക്തിപരമായി തന്നെ തരൂർ അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഈ നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം കോൺഗ്രസ് ഉയർത്തുകയാണ്. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് ശരിയാണ് എന്ന് നമുക്ക് വിലയിരുത്താം. പക്ഷേ അപ്പോൾ പോലും കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്നതിനും വലിയ പ്രതിസന്ധിയുണ്ട്. ഈ ഘട്ടത്തിൽ തരൂരിനെതിരെ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് പോയാൽ രണ്ട് തരത്തിലുള്ള പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. ഒരു ദേശീയ ലക്ഷ്യത്തിനെതിരെ നിന്നു എന്ന ഒരു പ്രതിസന്ധി. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന സമയമാണ്. തരൂരിനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഇപ്പോൾ വെട്ടിലാകുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും. അപ്പോൾ ഒരു ബൂമറാങ്ങായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് തൊടാതിരിക്കുന്നതാണ് സേഫ്. ഒരു സേഫ് സോൺ പിടിക്കുകയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് ചുരുക്കാം, അല്ലേ? തീർച്ചയായും ബൂമറാങ് എന്നോ വേണമെങ്കിൽ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തെ ഇരുതല മൂർച്ചയുള്ള ഒരു കത്തി എന്നോ എന്നൊക്കെ പറയാം. കോൺഗ്രസ് ഏത് രീതിയിൽ ഇടപെട്ടാലും പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ്. തരൂരിനെ വിമർശിച്ച് ഈ ഒരു പ്രതിഷേധം അറിയിക്കാം, അതിനപ്പുറത്ത് തരൂരിനെ വിമർശിക്കാനോ തരൂരിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് വരികയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ തരൂരിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ച്, പരസ്യമായി വിമർശനം ഉന്നയിച്ച് എന്തെങ്കിലും ഒരു പാർട്ടി നടപടിയിലേക്ക് പോയാൽ ശശി തരൂർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം വരെ വേണമെങ്കിൽ ഉണ്ടാകാം. അപ്പോൾ വേണമെങ്കിൽ ശശി തരൂർ പോകട്ടെ എന്ന് പറയാനേ കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ സാധിക്കുകയുള്ളൂ. അതേസമയം കോൺഗ്രസ് ഏത് രീതിയിലായിരിക്കും ഇനി ഭാവിയിൽ ശശി തരൂരിനോട് പെരുമാറുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ശശി തരൂർ രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്നൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് തീർച്ചയായും കോൺഗ്രസിനെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. തരൂരിൻ്റെ പല നിലപാടുകളും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അത് കടുത്തതായി എന്നൊരു അഭിപ്രായമാണ്
തീർച്ചയായും. ACC ഒക്കെ അപ്പൊ തന്നെ കൂടുതൽ വിലയിരുത്തുന്നത്. പ്രതികരണങ്ങളും യഥാർത്ഥത്തിൽ നീക്കങ്ങളും ഒക്കെ കടുത്ത നിരീക്ഷിക്കാം. അതിർത്തിയാണ് ഡൽഹിയിൽ എന്തായാലും ഇതിന്റെ 22-ാം തീയതി ഈ ടീം തിരിക്കുന്നത് വരെ ഇങ്ങനെ ഓരോ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് പ്രതികരണങ്ങൾക്ക് അവധി ഉണ്ടാകാൻ സാധ്യതയില്ല.